ജെറമിയായുടെ പുസ്തകം 32-ാം അധ്യായം 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ് ഞാൻ. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 31-ാം തിരുലിഖിതം. ബലവാൻ ചണനാര് പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയുമാകുന്നു, രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം തിരുലിഖിതം. മനുഷ്യന്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. യെശയ്യാ 2-ാം അധ്യായം 22-ാം വാക്യം. ഇനിമേൽ മനുഷ്യനിൽ വിശ്വാസം അർപ്പിക്കരുത്, അവൻ എന്ത് വിലയുണ്ട്, അവൻ ഒരു ശ്വാസം മാത്രം. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം തിരുലിഖിതം. പൊടിയും ചാരവുമായ മനുഷ്യൻ അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് വെളിപ്പെടുത്തുന്ന ദൈവം എന്നതിനെ കുറിച്ചാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 3-ാം തിരുലിഖിതം. എന്നെ വിളിച്ചപേക്ഷിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢമായ രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഉന്നതത്തിൽ നിന്നുള്ള അത്ഭുതകരമായ ശക്തി വ്യാപരിക്കാൻ ദൈവം അഭിഷേകം ചെയ്ത മണിക്കൂറാണിത്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ സ്ഥലം പാലായിക്കടുത്ത് പൈക. എന്റെ പേര് മേരിക്കുട്ടി. എനിക്ക് 62 വയസ്സ് പ്രായം. എനിക്ക് 2009 ജൂൺ മുതൽ തലയ്ക്കകത്തും ദേഹത്തും മുഴുവനും ഭയങ്കര പുകച്ചിലും മുളക് അരച്ച് തേച്ചതുപോലെയുള്ള എരിച്ചിലുമായിരുന്നു. പല ഹോസ്പിറ്റലുകളിലുമായി കയറി ഇറങ്ങി. ഉറക്കമില്ലാതെയായി. ഭക്ഷണം കഴിക്കാൻ ഒട്ടും വിശപ്പ് തോന്നാതെയായി. നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതി. പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ പള്ളിയിൽ പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും 8:30 മണി മുതൽ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതുകൂടാതെ എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഡിസ്ക് പ്രൊലാപ്സ് ഇങ്ങനെയുള്ള ചില രോഗങ്ങളും അലട്ടിക്കൊണ്ടിരുന്നു. 2010 ജൂൺ മാസം 13-ാം തീയതി ഞായറാഴ്ച 8:30 മണിക്ക് അഭിഷേകാഗ്നി പ്രോഗ്രാം തുറന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ശിരസ് മുതൽ പാദം വരെ എന്തോ ഒരു അസ്വസ്ഥത എന്നെ പിടികൂടി. ഞാൻ തല ചുറ്റുന്നത് പോലെയായി. എന്തായാലും ഞാൻ അന്ന് രാത്രി വേഗം കിടന്നു. ആ രാത്രി എന്റെ രോഗം കർത്താവ് എടുത്തു മാറ്റി. ഇപ്പോൾ ഞാൻ സ്ഥിരമായി പള്ളിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം നോർമലായി. എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. എന്റെ മുളകരച്ചതുപോലെ ശരീരം പുകയുന്ന ആ പുകച്ചിൽ രോഗവും വിട്ടുപോയിരിക്കുന്നു. എന്റെ ഈശോ എന്നെ സുഖപ്പെടുത്തി. ജൂൺ മാസം 13-ാം തീയതി ഞായറാഴ്ച അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. അതിന്റെ അനുഭവമാണ് 62 വയസ്സ് പ്രായമുള്ള ഈ മേരിക്കുട്ടി എന്ന പേരുള്ള അമ്മച്ചി പൈകയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. എല്ലാവരും ഇപ്പോൾ 2 കരങ്ങളും തുറന്ന് പിടിക്കട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന കുടുംബങ്ങളിൽ ഇരുന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കണം. യേശുക്രിസ്തുവിനെ ആരാധിക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തെ, യേശുവിന്റെ രക്തത്തെ, യേശുവിന്റെ കുരിശുമരണത്തെ ആരാധിക്കുന്നിടത്ത് അത്ഭുത വിടുതലുണ്ട്, അത്ഭുത അഭിഷേകമുണ്ട്, അത്ഭുത സൗഖ്യമുണ്ട്. ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഒരു കോട്ട പോലെ ഉയരട്ടെ. രക്തക്കോട്ട എനിക്ക് ചുറ്റുപടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പവർ പവർ രക്തക്കോട്ട, രക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റുപടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ
എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. കരങ്ങളടിച്ച് രക്തം രക്തം യേശുവിൻ രക്തം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മോചനമേകും യേശുവിൻ രക്തം കുടുംബം ഒന്നിച്ച് രക്തം രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. എല്ലാ ദൈവമക്കളും ഈ ശുശ്രൂഷയിലൂടെ നീളം കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുക. കൈയടിച്ച് ആത്മാർത്ഥമായി പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുന്നു. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. ജീസസ് ക്രൈസ്റ്റ്. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. വലിയ ഉണർവോടെ രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. രോഗം മാറട്ടെ, തീരാവ്യാധികൾ നീങ്ങട്ടെ. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. ജീസസ്. സൗഖ്യത്തിൻ ശക്തി എന്റെ ദേഹി നിറയട്ടെ. തിരുരക്തക്കോട്ട. രക്തക്കോട്ട Power. തിരുരക്തക്കോട്ട രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. യേശുവേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. Power. രക്തം 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 യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. Holy blood of രക്തം Christ. രക്തം യേശുവിൻ രക്തം മോചനമേകും യേശുവിൻ രക്തം. Power, power. രക്തം രക്തം ഓ ദൈവമേ, യേശുവിൻ രക്തം അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. മോചനമേകും എല്ലാ രോഗികളുടെ മേലും, രക്തം ക്ഷീണിതരുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും, സമൂഹങ്ങളുടെ മേലും, സ്ഥാപനങ്ങളുടെ മേലും, എല്ലാവരുടെ മേലും യേശുവിന്റെ രക്തത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, പ്രാർത്ഥിക്കാൻ തടസ്സങ്ങൾ മാറട്ടെ, വചനം കേൾക്കാൻ തടസ്സങ്ങൾ മാറട്ടെ, വിശ്വസിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ, അവിശ്വാസപ്പീഠ വിട്ടുപോകട്ടെ, എതിർ ചിന്തകളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. എല്ലാ നിരീശ്വരതയും, ദൈവനിഷേധവും, സാന്തോദിത്തവും, ഭക്ഷണ സ്വഭാവവും, മൂഢതയും, മദ്യപാന പീഠകളും, വ്യഭിചാര ആസക്തികളും, എല്ലാ അന്ധകാര പീഠകളും നസറേനായ യേശുവിന്റെ രക്തത്തിന് ശക്തി ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. വെളിപ്പെടുത്തുന്ന ദൈവം. ബൈബിളിൽ മനോഹരമായ ഒരു രംഗം രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ജെറോബോവാം എന്ന് പേരുള്ള ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, പിന്നെ വളരെ വൃദ്ധനായിരിക്കുന്ന അഹിയ പ്രവാചകൻ, ഇങ്ങനെയുള്ള 3 കഥാപാത്രങ്ങളെയാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ാമത്തെ അധ്യായം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിൽ ജെറോബോവാം എന്നുള്ളത് സോളമൻ മരിക്കുമ്പോൾ സോളമന് ശേഷം ഇസ്രായേൽ രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങളെയും എടുത്ത് ജെറോബോവാം എന്ന് പേരുള്ള സോളമന്റെ ഒരു ഭൃത്യന് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. അഹിയ പ്രവാചകൻ വഴിയാണ് ഈ ഭൃത്യന് സോളമനിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഏൽപ്പിച്ചു കൊടുത്തത്. 2 ഗോത്രങ്ങൾ മാത്രം സോളമന്റെ മകന് കൊടുത്തിട്ട് ബാക്കി 10 ഗോത്രങ്ങളെയും എടുത്ത് ഇസ്രായേൽ എന്ന പേരിൽ ഒരു പുതിയ രാജ്യം ജെറോബോവാം എന്ന ഭൃത്യന് കൊടുത്തു. സോളമന്റെ മകന് കൊടുത്ത രാജ്യത്തിന്റെ പേരാണ് യൂദാ രാജ്യം. അപ്പൊ ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ടു. യൂദാ രാജ്യം സോളമന്റെ മകനും, ഇസ്രായേൽ 10 ഗോത്രങ്ങൾ അടങ്ങുന്ന ഇസ്രായേൽ സോളമന്റെ ഭൃത്യൻ ജെറോബോവാമിനും കൊടുത്തു. ഈ ജെറോബോവാം സോളമൻ രാജാവിന്റെ അടിമ വേലക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവന്റെ അമ്മ ഒരു വിധവയായിരുന്നു. ഈ ചെറുപ്പക്കാരൻ വളരെ സമർത്ഥനായതുകൊണ്ട് സോളമൻ രാജാവ് അവനെ ജോസഫിന്റെ ഭവനത്തിലെ അടിമ ജോലിക്കാരുടെ മേൽനോട്ടം ഏൽപ്പിച്ചു കൊടുത്തു. ഇവൻ ഒരു നാള് വെളിമ്പ്രദേശത്തൂടെ നടന്നു പോകുമ്പോൾ അഹിയ പ്രവാചകൻ ഒരു പുതിയ മേലങ്കി ധരിച്ച് അവിടെ നിൽക്കുകയാണ്.
ഈ ചെറുപ്പക്കാരനെ കണ്ട ഉടനെ അഹിയ ഈ മേലങ്കി 12 കീറി 10 കഷ്ണങ്ങൾ ഈ ജെറോബോവാമിനോട് പറഞ്ഞു, 10 കഷ്ണങ്ങൾ നീ എടുത്തുകൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങളെ ദൈവമായ കർത്താവ് നിനക്ക് ഏൽപ്പിച്ചു തരും. ദാവീദിനെ പോലെ നിനക്കും ഒരു രാജ്യം കർത്താവ് ഒരുക്കി തരും എന്ന് അഹിയ ഈ ജെറോബോവാമിന്റെ മേൽ പ്രവചിച്ചു. അത് പ്രകാരം ഇതാ ദൈവം ജെറോബോവാമിന്റെ മേൽ വ്യാപരിച്ചു. അങ്ങനെ സോളമന്റെ മരണശേഷം 10 ഗോത്രങ്ങളുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രാജാവായി അങ്ങനെ ചുമതലയേറ്റു. അവൻ അങ്ങനെ മനോഹരമായി ഭരിച്ചു വരുമ്പോൾ ഇതാ കുറെ കാലം കഴിഞ്ഞപ്പോൾ പ്രവാചകനുമായുള്ള ബന്ധം കട്ടായി പോയി, ദൈവവുമായുള്ള ബന്ധം കട്ടായി. ഇവൻ ലോകത്തിന്റെ വഴികളിലൂടെ നടക്കാൻ തുടങ്ങി, അഹങ്കാരത്തിന്റെ വഴികളിലൂടെ നടക്കാൻ തുടങ്ങി. പ്രാർത്ഥനയും വിശുദ്ധിയും നഷ്ടപ്പെട്ടു, തീഷ്ണതയും ആവേശവും പോയി. ദൈവത്തോടുള്ള വിശ്വസ്തത അവനിൽ നിന്ന് ചോർന്നു പോയി. അവൻ അന്യദൈവ ആരാധനകളിലും സുഖഭോഗങ്ങളിലും അവൻ മുഴുകാൻ തുടങ്ങി. അങ്ങനെ അവനും ദൈവവും തമ്മിലുള്ള ബന്ധം പരിപൂർണമായി നശിച്ചു. അവനിപ്പോ പ്രവാചകനുമായിട്ട് യാതൊരു കൺസൾട്ടേഷനും ഇല്ലാതെയായി. അവൻ മേൽ കീഴ് നോട്ടമില്ലാതെ തന്നിഷ്ടപ്രകാരം രാജ്യം ഭരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ കുടുംബത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ അനർത്ഥങ്ങൾ ഉണ്ടായി. ജെറോബോവാമിന്റെ മകനായ അബിയ രോഗബാധിതനായി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് പെടഞ്ഞ് വീട്ടിൽ കിടക്കുകയാണ്. ഈ സമയത്ത് ജെറോബോവാം തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാണ്, ഇനി ഈ ലോകത്തിൽ നമ്മൾ ആരുടെ അടുത്ത് പോകും? നമുക്ക് ഇനി ആരുമില്ല. നീ ഒരു കാര്യം ചെയ്യാമോ? നീ വേഷപ്രച്ഛന്നയായി എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധത്തിൽ നീ വസ്ത്രങ്ങളെല്ലാം മാറ്റി നീ ഒരു പുതിയ വേഷം ധരിച്ച് നീ കുണുങ്ങി നീ പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലണം. തേനും അടയും ചക്കരയും എല്ലാം നീ കൊണ്ടുചെല്ലണം. എന്നിട്ട് നീ പ്രവാചകന്റെ അടുത്ത് ചെന്നിട്ട് എന്റെ ഭാര്യയാണെന്നുള്ള ഭാവേന അല്ലാതെ വേറൊരു സ്ത്രീ എന്ന ഭാവേന നീ പ്രവാചകനോട് ഈ അബിയയുടെ രോഗത്തെ കുറിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ജെറോബോവാമിന്റെ കുടില ബുദ്ധി അവന്റെ ഭാര്യയെ അങ്ങനെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അതാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിലെ ആദ്യത്തെ ഭാഗങ്ങൾ. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. അക്കാലത്ത് ജെറോബോവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവന്റെ അടുക്കലേക്ക് ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അപ്പം വേഷം മാറി ഒരു നാടകം കളി ഇവിടെ നടത്താൻ വേണ്ടി ഈ കുടുംബം ഒരുങ്ങുകയാണ്. ഈ അഹിയ പ്രവാചകന്റെ സ്ഥിതി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വളരെ പ്രായമായി, തലയെല്ലാം നരച്ച്, ഒരുപക്ഷെ ഈ കൺപുരുകങ്ങൾ പോലും നരച്ചിട്ടുണ്ടാവും. അത്രയും പ്രായമായി, പടുവൃദ്ധരായി, വാർദ്ധക്യത്തിന്റെ ആധിക്യം കൊണ്ട് കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ പടുവൃദ്ധനായ അഹിയ പ്രവാചകൻ ആ കുടിലിൽ അങ്ങനെ ഇരിക്കുന്നത്. അത് രാജാക്കന്മാർ 1-ാം പുസ്തകം 14-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിലുണ്ട്. വാർദ്ധക്യം നിമിത്തം കണ്ണ് മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചിരുന്നില്ല. ഇങ്ങനെ കണ്ണ് കാണാൻ പറ്റാതെ പടുവൃദ്ധനായി ഇതാ അഹിയ എന്ന പ്രവാചകൻ കുടിലിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ജെറോബോവാമിന്റെ ഭാര്യ, ഞാൻ ജെറോബോവാമിന്റെ ഭാര്യ അല്ല എന്ന മട്ടില് വേഷം മാറി ഇങ്ങനെ തേനും അടയൊക്കെ ആയിട്ട് ഈ കുടിലിന്റെ മുമ്പിലേക്ക് വരികയാണ്. കുടിലിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോൾ ഈ അഹിയ പ്രവാചകൻ അവിടെ ഇരിക്കുകയാണ്. അഹിയ പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് വന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഉടനെ അഹിയ പറയുന്ന വാക്യമാണ് 6-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 14:6. അവൾ വാതിൽ കടന്നപ്പോൾ കാൽപരിമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിന്റെ ഭാര്യ, അകത്തു വരൂ. നീ വേറൊരുവളായി നടക്കുന്നത് എന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. ആരും അറിയരുത്. പ്രവാചകനാണ്, കണ്ണും കാണുകയോ ഇല്ല, ഈ പ്രവാചകൻ അറിയോ ഇല്ലെന്ന് വിചാരിച്ച് ഇനി എന്തെങ്കിലും കാരണത കണ്ടാൽ തന്നെ ആള് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി പുട്ടിയിട്ട് പെയിന്റ് തേച്ച് മൊത്തം ഡ്രസ്സ് മാറി ഇങ്ങനെ ഒരു പ്രത്യേക ഒരു പുതിയ വേഷത്തിൽ ഒരു വേഷപ്രസന്നനായി ഈ ജെറോബോവാമിന്റെ ഭാര്യ ഇപ്പോൾ അഹിയ പ്രവാചകന്റെ കുടിലിലേക്ക് എത്തിയതും അഹിയ പ്രവാചകൻ പറയാണ്, ഹലോ ജെറോബോവാമിന്റെ ഭാര്യ,
നിന്റെ ആട്ടവും വേഷവും ഒക്കെ നടത്തിയിട്ട് നീ ഇങ്ങോട്ട് കയറി വരൂ, ജെറോബോവാമിന്റെ ഭാര്യ മുമ്പിലേക്ക് വരൂ. ആ പടുവൃദ്ധനായ പ്രവാചകനിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. കൃത്യമായി ഉള്ളതുപോലെ ഇതാ ഈ ജെറോബോവാമിന്റെ ഭാര്യയോട് ഈ അഹിയ പ്രവാചകൻ സംസാരിക്കുകയാണ്. ജെറോബോവാമിന്റെ ഭാര്യ ഇങ്ങോട്ട് കയറി നിൽക്കൂ, നീ വേഷം കെട്ടൊന്നും എടുക്കണ്ട, കയറി നിൽക്കൂ. പ്രവാചകൻ പറയുകയാണ്. ഉടനെ ഇതിന്റെ എല്ലാ ഗ്യാസും പോയി. അതങ്ങനെ പേടിച്ച് കയറി നിൽക്കുകയാണ്. തേന്റെ അടയുടെ കാര്യം അതൊക്കെ താഴ്ത്തി വീണ് പൊട്ടിപ്പോയിട്ടുണ്ടാവും. എന്തായാലും ശരി, അതങ്ങനെ കയറി ഉള്ളിലേക്ക് കയറി നിന്നു. പിന്നെ തേന്റെ അടയുടെ കാര്യം അവിടെ പറയുന്നില്ല. എന്തായാലും ശരി, കയറി നിന്നു. ഈ വിറച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെ തേനും അട ഓർക്കും? എന്തായാലും ശരി, അതൊന്നും സമർപ്പിക്കാനുള്ള സമയം കൊടുത്തില്ല. അതൊന്നും പ്രവാചകനോട് സമയം കൊടുക്കുന്നില്ല. ഈ ജെറോബോവാമിന്റെ ഭാര്യ അങ്ങോട്ട് കയറി നിന്നതും ചടപട ഇതാ ദൈവത്തിന്റെ ദൂതുകൾ ഈ പ്രവാചകനിലൂടെ ജെറോബോവാമിന്റെ കുടുംബത്തെ അറിയിക്കുകയാണ്. അതാണ് 7 മുതലുള്ള വാക്യങ്ങൾ. നീ ചെന്ന് ജെറോബോവാമിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിനെ നായകനാക്കി ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കുകയും ചെയ്ത എന്റെ ദാസൻ ദാവീദിനെ പോലെയല്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളെക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും കൊണ്ട് നീ എന്നെ പ്രകോപിപ്പിച്ചു, നീ എന്നെ പുറംതള്ളി. അതുകൊണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ നിന്റെ കുട്ടി മരിച്ചിരിക്കും. ജെറോബോവാമിന്റെ കുടുംബത്തിൽ ഈ കുട്ടി മാത്രമായിരിക്കും കല്ലറയിൽ സംസ്കരിക്കപ്പെടുക. പട്ടണത്തിൽ കിടന്ന് മരിക്കുന്നവരെ പട്ടികളും വെളിപ്രദേശത്ത് കിടന്ന് മരിക്കുന്നവരെ പറവകളും തിന്നു തീർക്കും. ഇവ മാത്രമേ നിന്റെ ഭവനത്തിൽ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. കാരണം അവനിൽ അല്പം നന്മ ഉള്ളതായി കർത്താവ് കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കുക, ആ കുടുംബത്തിന്റെ മേലുണ്ടായിരുന്ന സകല രഹസ്യങ്ങളും ഈ പടുവൃദ്ധനായി കണ്ണു കാണാതിരിക്കുന്ന പ്രവാചകനിലൂടെ ദൈവം അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. അതാണ് 1 രാജാക്കന്മാർ 14 അധ്യായത്തിലെ 17 തിരുലിഖിതം. ജെറോബോവാമിന്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിന്റെ പൂമുഖത്ത് എത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തന്റെ ദാസനായ അഹിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖമാചരിച്ചു. പിന്നീട് ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോയി. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ജെറോബോവാമിന്റെ വംശം ശിഥിലീകരിക്കപ്പെട്ട് ദുർബലമായി പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെയും നിങ്ങളുടെയും ബുദ്ധിയിൽ ഒതുങ്ങുന്ന കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ അംഗീകരിക്കൂ എന്ന് ഞാനും നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. ദൈവം, ബൈബിളിലെ ദൈവം വെളിപ്പെടുത്തുന്ന ദൈവമാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം. നാമാൻ എന്നു പേരുള്ള ഒരു വലിയ പണക്കാരൻ, സിറിയ രാജ്യത്തിന്റെ സൈന്യാധിപൻ ഏലീഷ എന്ന് പറഞ്ഞ പ്രവാചകന്റെ അടുത്തേക്ക് വന്നു. പ്രവാചകൻ അദ്ദേഹത്തെ മനോഹരമായി കൈകാര്യം ചെയ്ത് പറഞ്ഞയച്ചു. അപ്പോൾ ഏലീഷയുടെ ഭൃത്യൻ ഗേഹസി ഒന്നും അറിയാത്ത മട്ടിൽ ഈ നാമാന്റെ പുറകെ ഓടിച്ചെന്നിട്ട് കുറച്ച് പണവും കുറച്ച് വെള്ളിയും കുറച്ച് സ്വർണവും കുറച്ച് വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി പ്രവാചകൻ അറിയാതെ ഈ പ്രവാചകന്റെ വീടിന്റെ പുറകെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് അവനൊന്നും അറിയാത്ത പോലെ മോറും തുടച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് ഏലീഷ പ്രവാചകൻ വിളിക്കുകയാണ്, ഗേഹസി, ഗേഹസി. ഉടനെ ഗേഹസി ഓടി വന്നു, ഒന്നും അറിയാത്ത മുതൽ നിന്നു. ഉടനെ പ്രവാചകൻ ചോദിച്ചു, ഗേഹസി, വേർ യു, നീ എവിടെയായിരുന്നു? അവനൊന്നും അറിയാത്ത പറ്റില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അവൻ എന്തോ ചില ഒഴിവ് കഴിവ് പറഞ്ഞു. ഉടനെ തന്നെ പ്രവാചകൻ ഇതാ വെളിപ്പെടുത്തുകയാണ്. രാജാക്കന്മാർ 2-ാം പുസ്തകം 5-ാം അധ്യായം 26-ാം വാക്യം. ഏലീഷ പറഞ്ഞു, നിന്നെ സ്വീകരിക്കാൻ അവൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവുതോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. നാമാന്റെ കുഷ്ഠം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി വന്നു ഭവിക്കും. ഏലീഷായിൽ ദൈവാത്മാവ് ഇതാ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഗേഹസിക്ക് വെളിപ്പെടും. നിന്നെ സ്വീകരിക്കാൻ അവൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ ആത്മാവോട് ഉണ്ടായിരുന്നില്ലേ?
പ്രിയപ്പെട്ട ദൈവമക്കളെ, രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെത് മാത്രമാണ്. ഞാനും നിങ്ങളും ചെയ്യുന്ന രഹസ്യ കാര്യങ്ങൾ ദൈവം അറിയുന്നില്ല എന്ന് ധരിച്ചു വശാകരുത്. ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. സകല രഹസ്യങ്ങളും അറിയുന്നവനാണ് ദൈവമായ കർത്താവ്. ഞാൻ ചെയ്യുന്ന പാപങ്ങൾ, ഞാൻ ചെയ്യുന്ന തിന്മകൾ, എന്റെ നടപ്പ്, എന്റെ ഇരിപ്പ്, ഇത് ദൈവം അറിയുന്നില്ല എന്ന് ആരും ചിന്തിക്കരുത്. സകല രഹസ്യങ്ങളും നമ്മുടെ ദൈവമായ കർത്താവിന് മുമ്പിൽ പകൽ പോലെ വ്യക്തമാണ്. എല്ലാം അനാവൃതവും വ്യക്തവുമാണ് ദൈവത്തിന് മുമ്പിൽ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ കർത്താവിന്റെ അതിലേക്ക് ഉയർത്തി, ഓ ദൈവമേ, എന്റെ ഹൃദയത്തിൽ അങ്ങയുടെ തിരുമുമ്പിൽ മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഞാൻ വ്യഗ്രത കാണിച്ചിട്ടുള്ള ഓരോ മേഖലകളെ ഓർത്ത് ഞാൻ അനുദപിക്കുന്നു കർത്താവേ. ഞാൻ അനുദപിക്കുന്നു. ഞാൻ അങ്ങയുടെ മുമ്പിൽ നേർമയുള്ളവനായി, ഞാൻ അങ്ങയുടെ മുമ്പിൽ തെളിച്ചമുള്ളവനായി അങ്ങേ ആരാധിച്ച് ജീവിക്കും. അങ്ങേ ആരാധിച്ച് ജീവിക്കും. അങ്ങേ തേടുന്ന ഹൃദയം, അങ്ങേ ആരാധിക്കുന്ന ഹൃദയം, അങ്ങേ സ്നേഹിക്കുന്ന മനസ്സ്, ഇത് എന്റെ ജീവിതം ഞാൻ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം. എന്റെ ദൈവത്തെ ആരാധിക്കും. സേവിച്ചിടും ഞാൻ സർവ്വവുമേ, എന്റെ പിതാവിനെ ആരാധിക്കും. അടിയനിതാ താഴ്മയോടെ ആരാധിക്കും. അടിയനിതാ നാഥാ, ദൈവമേ, അടിയനിതാ നാഥാ, പിതാവേ, അടിയനിതാ നാഥാ, യേശുവേ, അടിയനിതാ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ദൈവമേ, അഭിഷേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, ഹൃദയധർവി നൽകണമേ. അവിടുത്തെ ആത്മാവിനാൽ അങ്ങയുടെ ദാസന്മാരെയും ദാസിമാരെയും നേർ വഴിക്ക് നയിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെത് മാത്രമാകുന്നു. പ്രൈസ് ദി ലോർഡ്.